സിനിമയുടെ ഒരു ലൈൻ തന്നെ സാമൂഹിക പ്രശ്നങ്ങളാണ് സിനിമയുടെ ലൈൻ മൊത്തം. അല്ല സാമൂഹിക പ്രശ്നങ്ങളെ ഇടപെടുക, അതിൻ്റെ ഒരു വേറൊരു ഇമേജ് ഉണ്ടാക്കുക. അപ്പോൾ ഒരു രക്ഷകന്റെ അപ്പോൾ വിജയ് വന്നാൽ ഭയങ്കര മാറ്റം ഉണ്ടാകുമെന്നൊക്കെ ഒരു പ്രതീതി കാണുമ്പോഴത്തേക്ക് ഭയങ്കര രക്ഷകനാണല്ലോ. സിനിമയിലെ ജീവിതത്തിലും അങ്ങനെയാണെന്ന് വിചാരിക്കുന്ന ആൾക്കാർ അതൊക്കെ സിനിമയെ പറ്റും, യാഥാർത്ഥ്യ ജീവിതമായിട്ട് യാതൊരു ബന്ധവുമില്ല. കമലഹാസനെ മക്കൾ നീതി മയ്യെന്നും പറഞ്ഞിട്ട് സംഘടന പാർട്ടി ഉണ്ടാക്കി. അതിൻ്റെ എന്നാണ് അതിൻ്റെ ഇനാഗുറേഷൻ, അതിൻ്റെ ഉദ്ഘാടനം വലിയ. അപ്പം എല്ലാവരും മാധ്യമങ്ങളൊക്കെ എന്നാ പറഞ്ഞേ, തമിഴ് രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്ന് പറഞ്ഞേ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ നേതാവ് വരെ, അതായത് കമലഹാസൻ വരെ തോറ്റുപോയി. എല്ലാ രാഷ്ട്രീയത്തിൽപ്പെട്ടവരും എല്ലാ രാഷ്ട്രീയ വിശ്വാസികളും വിജയുടെ ആരാധിക്കുന്നുണ്ടാവും, ഫാൻസ് ഉണ്ടാവും. കോൺഗ്രസ് DMK കാണും, അണ്ണാ DMK കാണും, BJP കാണും, എല്ലാവരും കാണും. പക്ഷേ രാഷ്ട്രീയം വേറെ, ഫാൻസ് വേറെ. 2 വർഷം കൂടെ ഉണ്ട്. ഈ 2 വർഷത്തിനകം ഈ ഓളം കാണുക എന്നുള്ളതാണ്. ഇല്ലെന്നേ, വലിയ പാടാണ്. അത്ര ഈ ഫാൻസിനെ വിശ്വസിച്ചുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഫാൻസുകാരൊന്നും ഉണ്ടല്ലോ ഒരു സ്ഥിരമായ ഒരു സമ്മേളനത്തിൻ്റെ ഭാഗമൊന്നുമല്ല, ഒരു ആവേശത്തിൽ വരുന്നതല്ല. ഈ തിയേറ്ററിൽ വന്നിട്ട് പടക്കം പൊട്ടിക്കുക, ഡാൻസ് കളിക്കുക, ഇത് പാലാഭിഷേകത്തെ നടത്തുക, അതൊക്കെ അതിലപ്പുറം അതൊക്കെ ഒരു ആവേശത്തിൽ വരുന്നത്. മിക്കവാറും വിജയ് പരാജയപ്പെട്ടു പോകും. നമുക്ക് നോക്കാമല്ലോ, കാലം സാക്ഷിയല്ലേ. വിജയുടെ സിനിമ തുടരുന്നതാണ് നല്ലത്. മറുവശത്തിലേക്ക് സ്വാഗതം. തമിഴ് നടൻ വിജയ് പുതിയൊരു പാർട്ടി രൂപീകരിച്ചു, തമിഴക വെട്രി കഴകം. വരുന്ന നിയമസഭാ ഇലക്ഷനാണ് ലക്ഷ്യം. എങ്ങനെയാണ്, രക്ഷപ്പെടുമോ? ഒരു സാധ്യതയില്ല. ഇത് എങ്ങനെ സാധ്യമാണെന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ തമിഴ് രാഷ്ട്രീയവും സിനിമയായിട്ട് വളരെയേറെ അടുപ്പമുണ്ട്. തമിഴ് രാഷ്ട്രീയത്തിൽ MGR, കരുണാനിധി, ജയലളിത, ശിവാജി ഗണേശൻ, അങ്ങനെ ഒരു പരമ്പര കഴിഞ്ഞാൽ പിന്നെ സിനിമയിൽ നിന്നും രാഷ്ട്രീയത്തോട് വന്നവർ ആരെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടോ? അത് കഴിഞ്ഞിട്ട് രക്ഷപ്പെട്ടിട്ടില്ല. ഇല്ല. അന്നത്തെ കാലത്ത് കയറിപ്പോയെന്നല്ലാണ്ട്. പിന്നെ MD രാമറാവൻ്റെ കാര്യം വേണേൽ പറയാം. പക്ഷെ MD രാമന് ശേഷം വന്ന അദ്ദേഹത്തിൻ്റെ മക്കളോ അതിന് ശേഷം വന്നവരൊന്നും രാഷ്ട്രീയത്തിൽ അത്ര ശോഭിച്ചില്ല. പക്ഷേ ഇദ്ദേഹത്തെ സംബന്ധിച്ച് ഇദ്ദേഹത്തിന് ഫാൻ ബേസ് കൂടുതലാണ്. അപ്പോൾ അതൊരു സാധ്യതയല്ലേ? അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല. ഫാൻസ് ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ കമലഹാസന് ഫാൻസ് ഇല്ലായിരുന്നോ? കമലഹാസൻ ഇപ്പോൾ എന്നായിരുന്നു? കമലഹാസന്റെ രാഷ്ട്രീയ പാർട്ടി കാലം വ്യത്യാസമുണ്ടല്ലോ, പഴയ കാലം പോലെ അല്ല. സോഷ്യൽ മീഡിയ ഒക്കെ വളർന്നു പബ്ലിസിറ്റി കൂടുതലല്ല. അല്ല, കമലഹാസനെ മക്കൾ നീതി മയ്യെന്നും പറഞ്ഞിട്ട് സംഘടന പാർട്ടി ഉണ്ടാക്കി. അതിൻ്റെ എന്നാണ് അതിൻ്റെ ഇനാഗുറേഷൻ, അതിൻ്റെ ഉദ്ഘാടനം വലിയ. അപ്പം എല്ലാവരും മാധ്യമങ്ങളൊക്കെ എന്നാ പറഞ്ഞേ, തമിഴ് രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്ന് പറഞ്ഞേ. ഒരുപക്ഷെ നിർണായക ശക്തിയായി. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭയങ്കര ശക്തിയാകുമെന്ന് പറഞ്ഞിട്ടല്ലേ അവരിരുന്നേ. ഒന്നും ഉണ്ടായില്ലല്ലോ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ നേതാവ് വരെ, അതായത് കമലഹാസൻ വരെ തോറ്റുപോയി. അത് BJPയുടെ ഒരു വനിതാ സ്ഥാനാർത്ഥിയുണ്ട്. രജനീകാന്ത് ഇതുപോലെ ഒരു പാർട്ടി രൂപീകരിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട് വേണ്ടെന്ന് വെക്കുക. അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നം അദ്ദേഹം പറഞ്ഞു, പെട്ടെന്ന് ഹാർട്ട് പേഷ്യൻ്റ് ആവുകയും. അപ്പം അങ്ങനെ ഒരു കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് മുന്നിൽ അങ്ങനെ ഒരു സാധ്യത തേടിയായിരുന്നു. അങ്ങനെ ഒരു സാധ്യതയും വിവിധ രാഷ്ട്രീയ പാർട്ടികളൊക്കെ അദ്ദേഹം ആശയവിനിമയമൊക്കെ നടത്തിയായിരുന്നു. അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വരുന്നു എന്ന് പറഞ്ഞ് വലിയ വാർത്തയായിരുന്നു. അതും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം രാഷ്ട്രീയത്തിൽ വരാത്തതുകൊണ്ട് സ്വയം തീ കൊളുത്തി ആരാധകർ വലിയ പ്രശ്നമുണ്ടാക്കി, വലിയ സമരം നടത്തി. ഇവർ തമിഴിൽ പെട്ടെന്ന് വൈകാര്യമായിട്ടാണ് തമിഴിലെല്ലാം പ്രതികരിക്കുന്നത്. വാവിട്ട് നേരെ വിളിച്ച് രജനീകാന്തിൻ്റെ വീടിൻ്റെ വാതുക്കെ ഭയങ്കര ബഹളമായിരുന്നു. പക്ഷേ അദ്ദേഹം ആരോഗ്യ പ്രശ്നം കൊണ്ടാണ് അദ്ദേഹം രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിന്നാണ് പറഞ്ഞത്. അല്ല, ഈ വിജയകാന്തിൻ്റെ പാർട്ടി വലിയ സംവിധാനത്തോട് വന്നില്ല. അത് മാത്രമല്ല 29 MLA-മാരും അവർക്കുണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞൊരു തെരഞ്ഞെടുപ്പിന് വിജയകാന്തിന് ജയിക്കാൻ പോലും പറ്റിയില്ല. പക്ഷേ വിജയെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് പഞ്ചായത്ത് ഇലക്ഷൻ അങ്ങനെ എന്തോ നിന്ന് വിജയുടെ ഫാൻസ് അസോസിയേഷൻ അവർ മത്സരിച്ചിരുന്നു. 14-15 സീറ്റ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അവർ ജയിച്ചു. പഞ്ചായത്തിലാണ്, അല്ലാണ്ട് നിയമസഭയൊന്നുമല്ല. അത് പക്ഷേ അത് രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിലല്ലല്ലോ. വിജയ് ഫാൻസ് അസോസിയേഷൻ ADMK ആയിട്ട് ചേർന്നാണ് അവർ മത്സരിച്ച്. അവർക്ക് 15 സീറ്റ് കിട്ടുകയും ചെയ്തു. 15. അതെ. പക്ഷെ അതൊന്നും രണ്ടാമത് നമുക്ക് എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്. പഴയ കാലമല്ലല്ലോ, എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്. നല്ലവരും പണക്കാരനും കൊള്ളക്കാരനും ഒക്കെ രാഷ്ട്രീയമുണ്ട്. അവരുടെ വോട്ടിന് ഒരേ മൂല്യമാണ് താനും. പണക്കാരൻ്റെ വോട്ടിന് പ്രത്യേകിച്ച് മൂല്യമൊന്നുമില്ലല്ലോ. പാവപ്പെട്ടവൻ്റെ വോട്ടിന് ഒരേ മൂല്യം. എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്.
അതുകൊണ്ടാണ് ഈ പണ്ട് ഈ കരുണാനിധിയും MGRും ജയലളിതയൊക്കെ സിനിമയിൽ നിന്നും രാഷ്ട്രീയത്തിൽ അവർ വിജയിച്ചു. പക്ഷേ പിന്നീട് വന്ന് ആരും വിജയിച്ചില്ല. എത്ര പേര് തമിഴ്നാട് എത്ര പേര്, രാജേന്ദ്രൻ, വിജയകാന്ത്, കമലഹാസൻ, അങ്ങനെ എത്ര പേരുണ്ട്. ആരും രാഷ്ട്രീയത്തിൽ അത്ര വിജയിച്ചില്ല. കുറേ വാർത്ത ഉണ്ടാക്കിയെന്നല്ലാണ്ട് ചിലപ്പോൾ ഒരു MLA കിട്ടും, അല്ലെങ്കിൽ 2 MLA കിട്ടുമെന്നല്ലാണ്ട് ഒരു ഭരണത്തിൽ പങ്കാളിയാകാനൊന്നും അവർക്ക് ഒരു വലിയ മുന്നേറ്റം മാറ്റം ഉണ്ടാക്കാൻ അവർക്ക് പറ്റിയിട്ടില്ല. പിന്നെ MD രാമറാവു അദ്ദേഹം സിനിമയിൽ നിന്നും രാഷ്ട്രീയത്തിലൂടെ വന്നയാളാണ്. ഇദ്ദേഹം പക്ഷേ സിനിമയിൽ കൂടെ തന്നെ GSTക്കെതിരെയും പിന്നെ ഒരു ഇലക്ഷൻ ടൈമിലാണെന്ന് തോന്നുന്നു സൈക്കിൾ എടുത്തുകൊണ്ട് എല്ലാ രാഷ്ട്രീയ ആരോ ഇദ്ദേഹത്തിന് ഉപദേശിക്കുന്നുണ്ട്. പക്ഷേ ഇത് ഈ തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ ഫാൻസ് എന്നല്ല, രാഷ്ട്രീയം തന്നെയാണ്. കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞാണ് അതിനകത്ത് മതവും ജാതിയൊക്കെ സ്വാധീനിക്കുന്നുണ്ടെങ്കിലും അടിസ്ഥാനം രാഷ്ട്രീയം തന്നെയാണ്. അപ്പോൾ ഈ പിന്നെ ഫാൻസുകാരെല്ലാം ഓരോ രാഷ്ട്രീയ പാർട്ടി വിശ്വസിക്കുന്നവരും രാഷ്ട്രീയത്തിൻ്റെ ആൾക്കാരൊക്കെ ആയിരിക്കുമല്ലോ. ഇപ്പം പിന്നെ എല്ലാ രാഷ്ട്രീയത്തിൽപ്പെട്ടവരും എല്ലാ രാഷ്ട്രീയ വിശ്വാസികളും വിജയുടെ ആരാധിക്കുന്നുണ്ടാവും, ഫാൻസ് ഉണ്ടാവും. കോൺഗ്രസ് DMK കാണും, DMK കാണും, BJP കാണും, എല്ലാവരും കാണും. പക്ഷേ രാഷ്ട്രീയം വേറെ, ഫാൻസ് വേറെ. പക്ഷെ അതൊന്നും വോട്ടായിക്കൊള്ളണമെന്നൊന്നും നിർബന്ധമില്ല. പക്ഷേ വലിയൊരു ഉദ്ഘാടനമൊക്കെ നടക്കും, വലിയൊരു മൂവ്മെൻ്റ് ആയിട്ട് നമുക്ക് തോന്നായിരിക്കും. പക്ഷേ ഇദ്ദേഹം ലക്ഷ്യമിടുന്നത് അടുത്ത തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പാണ്. തിരഞ്ഞെടുപ്പിൽ അധികാരം പിടിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. 2 വർഷം കൂടെ ഉണ്ട്. ഈ 2 വർഷത്തിനകം ഈ ഓളം കാണുക എന്നുള്ളതാണ്. ഇല്ലെന്നേ, വലിയ പാടാണ്. അത്ര ഈ ഫാൻസിനെ വിശ്വസിച്ചുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഫാൻസൊക്കെ പറഞ്ഞ ഒരു ആവേശത്തിൽ വരുന്നവരാണ്. കൂടുതലും പിള്ളേരൊക്കെ ആയിരിക്കും, കോളേജ് പിള്ളേരും സ്കൂൾ പിള്ളേരൊക്കെ ആയിരിക്കും. ഒരു ആവേശത്തിൽ സിനിമ കണ്ടിട്ട് അതിലെ ഹീറോയിസം കണ്ടിട്ട് യഥാർത്ഥ ജീവിതത്തിൽ ഇങ്ങനെയാണെന്ന് തെറ്റിദ്ധരിച്ച് വരുന്നത് അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഈ ഹീറോയിസം വല്ലതും യഥാർത്ഥ ജീവിതത്തിൽ ഇതുവരെ നടക്കുന്ന കാര്യമാണ്, നടക്കുകയല്ല. അപ്പോൾ ഇവരൊക്കെ സ്വപ്ന ലോകത്താണ്, ഇവരൊക്കെ വേറൊരു ലോകത്തിൽ നിന്നുകൊണ്ടാണ് ഇതൊക്കെ കാണുന്നത്. പക്ഷേ യാഥാർത്ഥ്യം ഇതൊന്നും അല്ലല്ലോ. പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യമാണ്, രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യം, മത്സരമാണ്. അത് പല ഘടകങ്ങൾ അവിടെ ചർച്ച ചെയ്യപ്പെടും. ചേട്ടൻ മുമ്പേ പറഞ്ഞ വെച്ച് നോക്കുമ്പോഴാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെയാണ് മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്ന ഈ CPM പാർട്ടി അനുഭാവികളുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, BJPക്കാരുണ്ട്, കേരള കോൺഗ്രസ്, എല്ലാവരും ഉണ്ട്. ഇദ്ദേഹം നാളെ BJPക്ക് വേണ്ടി മത്സരിച്ച് കഴിഞ്ഞാൽ അവർ വോട്ട് ചെയ്യത്തില്ല. ഇല്ല, രാഷ്ട്രീയ വോട്ടേ വരത്തുള്ളൂ. ഫാൻസുകാർ രണ്ടാമത് ഫാൻസുകാരൊന്നും ഉണ്ടല്ലോ, ഒരു സ്ഥിരമായ ഒരു സമ്മേളനത്തിൻ്റെ ഭാഗമൊന്നുമല്ല, ഒരു ആവേശത്തിൽ വരുന്നവരാ. ഈ തിയേറ്ററിൽ വന്നിട്ട് പടക്കം പൊട്ടിക്കുക, ഡാൻസ് കളിക്കുക, ഇത് പാലാഭിഷേകത്തെ നടത്തുക, അതൊക്കെ അതിലപ്പുറം അതൊക്കെ ഒരു ആവേശത്തിൽ വരുന്നവർ മിക്കവാറും പിന്നെ ചെറുപ്പക്കാരായിരിക്കും, യുവാക്കളായിരിക്കും, ചെറുപ്പക്കാരായിരിക്കും. പാർട്ടിയുടെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഇത് കഴിഞ്ഞ ഇടയ്ക്ക് കുട്ടികൾക്ക് വേണ്ടി എന്തോ സ്കോളർഷിപ്പ് പരിപാടിയോ അങ്ങനെ എന്തോ നടത്തും, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടാവും. അതെല്ലാ സിനിമാ നടന്മാരും ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെ പുള്ളി പ്രസംഗിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരുപാട് പൈസ കൊടുത്ത് ജനങ്ങൾക്ക് പൈസ അങ്ങോട്ട് കൊടുത്തിട്ട് വോട്ട് മേടിച്ചെടുക്കുന്ന പരിപാടികൾ നടക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ ഒരു കാരണവശാലും ചെയ്യരുതെന്നാണ് പറയുന്നത്. ഇദ്ദേഹം പൈസ കൊടുക്കുന്നില്ലായിരിക്കും, പക്ഷെ അല്ലാതെ അല്ല, ഇദ്ദേഹത്തിന് വെച്ചാൽ ഇദ്ദേഹത്തിന്റെ പോപ്പുലാരിറ്റി അത് ചെറുതല്ല. അതെ, അക്കാരുടെ ഇടയിലുള്ള സ്വാധീനം ചെറുതല്ല. പിന്നെ പണവും കാണുമായിരിക്കുമല്ലോ. പണം ആവശ്യത്തിനുണ്ടെന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ പാർട്ടി മുമ്പോട്ട് നയിക്കാനും വലിയ പാടാണ്. ഇതൊക്കെ ഇത്രയും പണം കൊണ്ട് നടക്കില്ല. അല്ല, ഇപ്പൊ പൈസ കൊടുത്ത് രാഷ്ട്രീയ പ്രസ്ഥാനം പോകാൻ പറ്റത്തില്ല. ഇത് കൂടത്തിൽ നിൽക്കുന്നവർക്കും ശമ്പളമോ കാര്യങ്ങളോ എല്ലാം വേണം. അതുകൊണ്ടല്ലേ ഈ കമലഹാസന്റെ പാർട്ടിയുടെ സെക്രട്ടറി കമലഹാസനെ പറ്റിച്ചിട്ട് പോകേണ്ടി ചെയ്തു. കുറെ പൈസ, കോടിക്കണക്കിന് പൈസ കൊണ്ടുപോകേണ്ടി ചെയ്തു. ഒരു രാഷ്ട്രീയ പാർട്ടി നിലനിൽക്കണമെങ്കിൽ പൈസ വേണം. കാരണം ഇത് ഒരു എത്ര സംവിധാനമാണ് ഗ്രാമങ്ങൾ തൊട്ട്, ഗ്രാസ് റൂട്ട് ലെവലിൽ ഗ്രാമങ്ങൾ തൊട്ട് അതിൻ്റെ പ്രവർത്തനം. വോട്ടിരിക്കുന്ന ഗ്രാമങ്ങളിലല്ലേ, അല്ലാണ്ട് ഈ ഫാൻസിലല്ലോ, വോട്ടിരിക്കുന്ന ഗ്രാമങ്ങളിലാണ്, അവിടെ തൊട്ട് വരണം. അപ്പോൾ ഇത് വെറും പക്ഷേ ഫാൻസുകാർ പറയും ഞങ്ങൾക്ക് 5 പൈസ വേണ്ട, ഞങ്ങൾ ഇതിനകത്ത് പ്രവർത്തിക്കാൻ റെഡിയാണെന്നൊക്കെ പറയുന്ന ആൾക്കാരും ഉണ്ടായിരിക്കും. അതൊക്കെ എത്രത്തോളം കാണും? അല്ല, അതൊക്കെ കുറെ കാലം പോകുന്നത് എല്ലാവരും പുറകോട്ട് വലിയും. ഒരു പാർട്ടി കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ അത്ര ചെറിയ കാര്യം. ഇത് പരാജയപ്പെടാൻ സാധ്യത, ഒരാവേശം കാണും. അത് ഈ കമലഹാസൻ വന്നപ്പോൾ എന്നായിരുന്നു ആവേശം? അതെന്നാ മാധ്യമങ്ങൾ എന്നൊക്കെയാണ് പറഞ്ഞത്, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റം കൊണ്ടുവരുന്ന വലിയ ആളാവെന്ന് പറഞ്ഞ് വന്നാൽ എങ്ങും എത്തിയില്ല. അദ്ദേഹം പോലും ജയിച്ചില്ല. അദ്ദേഹം കോൺട്രാക്ട് എടുത്തിരിക്കുന്ന കുറച്ച് സിനിമയുണ്ട്, അത് നിർത്തി കഴിയുമ്പോൾ 2026 കൂടി
സിനിമാ ജീവിതം പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുകയാണെന്നാണ് പറയുന്നത്. പക്ഷേ ഈ 2026 ഇലക്ഷൻ കഴിഞ്ഞിട്ട് പരാജയപ്പെട്ട് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അദ്ദേഹം സിനിമയായിട്ട് പോകുന്നതാണ് നല്ലത്. അതായിരിക്കും നല്ലത്. കാരണം ഇപ്പം അത്യാവശ്യം നല്ല പേരുണ്ട്, ജനങ്ങളിൽ നല്ല സ്വാധീനമുണ്ട്, പണമുണ്ട്, ഭയങ്കര പോപ്പുലാരിറ്റി ഉണ്ട്. ഒരാളെ സംബന്ധിച്ചോളം, ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം അയാൾക്ക് എന്തൊക്കെ വേണ്ടേ? പോപ്പുലാരിറ്റി, പണം, എവിടെ ചെന്നാലും അംഗീകാരം, എവിടെ ചെന്നാലും ആളുകൾ. ഇപ്പം വിജയ് വരെ 1000 പേര് തടിച്ചു കൂടും. നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു സൈഡിൽ കൂടെ പോയാൽ മതിയായിരുന്നു. ഒരാളെ സംബന്ധിച്ചോളം, ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം അയാൾക്ക് കിട്ടുന്ന അംഗീകാരം മുഴുവനായിക്കൊണ്ടിരിക്കുക. അതെ, ഇതേതായാലും അദ്ദേഹത്തെ ആരോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്ന ഇവർക്കൊരു ഉപജാപക വൃന്ദം, ഒരു കോക്കസ് കാണുമായിരിക്കുമല്ലോ. ഈ കോക്കസ് അദ്ദേഹത്തെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് പരാജയപ്പെടുകയുള്ളൂ, ഒരാവേശം മാത്രമേ കാണുള്ളൂ. ഇപ്പം തമിഴ്നാട് പിടിച്ച്, അത് കഴിഞ്ഞ് പിന്നെ കർണാടക പിടിച്ച്, കേരളം പിടിച്ച്, അങ്ങനെ ഇന്ത്യ പിടിക്കുക, ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് മനക്കോട്ട കെട്ടിയിരിക്കുന്നത്. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആകാൻ വേണ്ടി ഒത്തിരി പേര് അങ്ങനെ കച്ചകെട്ടി ഇറങ്ങി വന്നിട്ട് പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. അത് ഈ വോട്ടെന്ന് പറഞ്ഞാൽ ഒരു മനസ്സാക്ഷി, നമ്മളൊക്കെ ഒരാൾ വോട്ട് ചെയ്യുന്ന ഒരു അയാളുടെ മനസ്സ് നമുക്ക് പറിച്ചു തരുന്നതിന് തുല്യല്ലേ. അപ്പോൾ അത് അത്ര ഈ ഫാൻസ് അവരുടെ ഗിമ്മിക്കൊന്നുമല്ല. ഗ്രാസ് റൂട്ട് ലെവലിൽ പ്രവർത്തനം വേണം, വാർഡ് തലത്തിൽ പ്രവർത്തനം വേണം, ബൂത്ത് തലത്തിൽ പ്രവർത്തനം വേണം. ഏറ്റവും അടിസ്ഥാന ഗ്രാമങ്ങളിലാണല്ലോ വോട്ടിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് ഈസി ഒന്നുമല്ല. ഒരു പാർട്ടി കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ അത് ഈ ആവേശമൊന്നുമല്ല. ആവേശം നല്ലതാണ്, പക്ഷെ അതൊന്നും യാഥാർത്ഥ്യമായില്ല. പിന്നെ അറിയോ, ഇവരെല്ലാം ഈ ഫാൻസൊക്കെ ഒരു സ്വപ്നജീവികളാണ്. പിന്നെ അബ്രവാളി കാണിക്കുന്നതേ, ഈ അബ്രവാളി കാണിക്കുന്ന മുഴുവനും സത്യമാണെന്ന് വിശ്വസിക്കുന്ന അങ്ങനെയുള്ള ആൾക്കാരാണ്. അതുകൊണ്ടാണല്ലോ ഫാൻസ് ഈ ആരാധന. അതെ, പക്ഷേ ഇതൊന്നൊരു സാധാരണ മനുഷ്യൻ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. അതെ അതെ, ഇവരതല്ല ഈ പുറത്ത് ഇറങ്ങുമ്പോഴത്തേക്കും അല്ല ഈ ആരാധകരെല്ലാം കൂടി കേടി ഈ കെട്ടിപ്പിടിക്കാനും ഒക്കെ ഇവരുടെ ഉള്ളിൽ ദേഷ്യം കാണുമായിരിക്കും, പക്ഷെ പ്രതികരിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ആരാധകരെ കൊണ്ട് അത് ആരാധനയായിട്ട് നടക്കുന്നതല്ല, ഫാൻസായിട്ട് നടക്കുന്നത്. ഫാൻസിന് ചെയ്യാൻ പറ്റുന്ന ഓരോ കാര്യമുണ്ട്, സാമൂഹ്യ സേവനം ചെയ്യാം. ഈ വിജയെ സംബന്ധിച്ചിടത്തോളം ഈ ഇടയ്ക്ക് ഇറങ്ങുന്ന സിനിമകളെല്ലാം മൊത്തം രക്ഷകൻ റോളാണ്. ഇപ്പോൾ എല്ലാവരും പറയുന്നത് സിനിമ എല്ലാം ഒരുപോലെ ഇരിക്കുന്നല്ലോ എന്ന് പറയുന്നത്. ഒരു പക്ഷേ രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങാൻ വേണ്ടി താനൊരു രക്ഷകനാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇഞ്ചക്ട് ചെയ്ത് പതുക്കെ വന്നിട്ട് രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങാനുള്ള പരിപാടി ആയിരുന്നു തോന്നുന്നു. എല്ലാ സിനിമയും ഒരുപോലെ എല്ലാവരും രക്ഷിക്കുന്നു. അല്ല, പുള്ളി അത് ഇദ്ദേഹം എനിക്ക് തോന്നുന്നു കുറച്ച് കാലമായിട്ട് അതിനുള്ള ആസൂത്രണം തുടങ്ങി തോന്നുന്നു. അല്ലേ? അതിനാണ് ഈ ഫാൻസിനെ ഇത്രയും ദൃഢമായിട്ട് നിർത്തുന്നതും. ഈ സിനിമയുടെ ഒരു ലൈൻ തന്നെ സാമൂഹിക പ്രശ്നങ്ങൾ ആ സിനിമയുടെ ലൈൻ മൊത്തം അല്ല, സാമൂഹിക പ്രശ്നങ്ങളിൽ ഇടപെടുക, അതിൻ്റെ വേറൊരു ഇമേജ് ഉണ്ടാക്കുക. അപ്പോൾ ഒരു രക്ഷകന്റെ, അപ്പോൾ വിജയ് വന്നാൽ ഭയങ്കര മാറ്റം ഉണ്ടാകുമെന്നൊക്കെ ഒരു പ്രതീതി കാണുമ്പോഴത്തേക്ക് ഭയങ്കര രക്ഷകനാണല്ലോ. സിനിമയിലെ ജീവിതത്തിലും അങ്ങനെയാണെന്ന് വിചാരിക്കുന്ന ആൾക്കാർ. അതൊക്കെ സിനിമയെ പറ്റും, യാഥാർത്ഥ്യ ജീവിതമായിട്ട് യാതൊരു ബന്ധവുമില്ല. യാഥാർത്ഥ്യം വേറെ, സിനിമ വേറെ. സിനിമയെ കാണുന്നവരൊന്നും യാഥാർത്ഥ്യമല്ല, അങ്ങനെ ആകാനും പറ്റിയല്ല. അങ്ങനെ ലോകത്തൊരു ചരിത്രം പോലും ഇല്ല. ഈ ഇപ്പൊ പറഞ്ഞ പോലെ ആൾക്കാർക്കൊരു അതുമാത്രല്ലോ, ഈ പരാജയപ്പെട്ട കൂടെ നിൽക്കുന്നവരും നിൽക്കുകയല്ല. ഇപ്പൊ ഒരു ആവേശത്തിൽ വന്ന് വിചാരിക്കുക, പരാജയപ്പെട്ടാൽ അത് തന്നെയല്ലേ കമലഹാസന് പറ്റിയത്. കയ്യിലെ പൈസ പോയി കിട്ടും, അത്രേ ഉള്ളൂ. ഇപ്പൊ ഈ മുമ്പ് ഹീറോ ഇമേജ് എന്ന് പറഞ്ഞ പോലെ പണ്ടൊക്കെ സിനിമ കാണുമ്പോഴത്തേക്കേ ഈ അനീതിപ്രാവുള്ള പോലുള്ള സിനിമകൾ കാണുമ്പോൾ കുഞ്ചാക്കോവൻ്റെ ഒക്കെ ഇടി കിട്ടുമ്പോഴത്തേക്കും നമ്മൾ ആലോചിക്കുമായിരുന്നു, മോഹൻലാലായിരുന്നെങ്കിൽ 2 ഇടി കൂടുതൽ കൊടുത്താനായിരുന്നു. അത് സ്ക്രിപ്റ്റിൻ്റെയും അതിൻ്റെ ആണെന്നുള്ള വെളിവൊന്നുമില്ല എന്ന് പറഞ്ഞ പോലെ ഈ വിജയൊക്കെ ഇടിക്കുകയും ഈ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സിനിമയിലൂടെ പ്രതികരിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ആ ഹീറോ തന്നെയാണ് യഥാർത്ഥ ജീവിതത്തിൽ നിന്ന് വിചാരിക്കുന്നതാണ്. അതൊക്കെ സിനിമയിലേ പറ്റുള്ളൂ. ഈ സിനിമയും യാഥാർത്ഥ്യം വേറെയാണ്. അപ്പോൾ പരാജയപ്പെടാനുള്ള സാധ്യത അദ്ദേഹം ഈ ആത്മഹത്യപരമായിരിക്കും. വിജയുടെ നീക്കം ആത്മഹത്യപരമായിരിക്കും, പരാജയപ്പെടാനാണ് സാധ്യത. ഇതുവരെയുള്ള ചരിത്രം നമുക്ക് അത് തന്നെയാണ് കാണിച്ചു തരുന്നത്. അല്ലെ പിന്നെ വല്ല അത്ഭുതം സംഭവിക്കണം. പരാജയപ്പെടുന്നിടത്ത് നിൽക്കാൻ ആൾക്കാർ കാണില്ല. വിജയ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉദ്ദേശിക്കുന്ന ഫലം കിട്ടിയില്ലെങ്കിൽ ആരും കൂടെ നിൽക്കില്ല.